ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗായ്സ് ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ കട്ടപ്പനയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കട്ടപ്പനയിൽ എത്തിയിട്ടില്ല, നൈറ്റ് വിഷ്വലാണ് കേട്ടോ ഇത്. കട്ടപ്പന ടൗണാണ് കാണുന്നത്. എല്ലായിടത്തും ഇങ്ങനെ പടക്കവും പൂത്തിരിയല്ല, മറ്റേ സ്കൈലൈറ്റർ പടക്കമൊക്കെ കത്തണതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതേ വൈകിട്ട് ഇവർ കരോളിന് പോയിട്ട് വന്നതാണ്. കാരണം ഒരു 6 മണിക്ക് ഇവർ പോയിട്ട് 11 മണിയായി പിള്ളേർ വന്നപ്പോൾ. എന്തായാലും അവർ പോയതിന് അവർ എന്താ പറയുക, അച്ചീവ് ചെയ്തിട്ടാണ് വന്നത്. അവർക്ക് 3000 രൂപയോളം കിട്ടിയിട്ടോ. അത് നമ്മൾ വീതിച്ചു കൊടുത്തു പിള്ളേർക്കെല്ലാം ഒരുപോലെ. പിന്നെ നമ്മുടെ സനു ആയിരുന്നു പാപ്പാനിക്ക് നമ്മൾ എന്താ പറയുക, കുറച്ച് എമൗണ്ട് കൂടുതൽ കൊടുക്കണം. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് വീതിച്ചു. പടക്കം പൊട്ടീരും ഒക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പാണ്. നമ്മളിവിടെ എല്ലാവരും പുതച്ചു മൂടി കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെയായി. ചിറ്റിതേ ഞങ്ങൾ എണീറ്റ് വന്നപ്പോഴത്തേക്കും പാലപ്പം ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ ബീഫ് കറി ഉണ്ട്. അപ്പോൾ അതൊക്കെ ആണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ ചിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും എണീറ്റ് വന്ന് ചൂടോടെ ഒരു കട്ടൻ കാപ്പിയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും, ലേറ്റായിട്ടാണ് എണീറ്റ് വരുന്നത്. അപ്പോഴത്തേക്കും ഇവിടെ ഫുഡൊക്കെ ആവും. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി ചിറ്റ അതൊക്കെ റെഡിയാക്കിയപ്പോഴത്തേക്കും ഞാൻ ചായ ഇട്ടു. പിന്നെ നമ്മൾ കാപ്പി കുടിക്കാനായിട്ടിരിക്കുകയാണ്. ചിറ്റപ്പൻ ഇവിടെ ഇല്ല. അതേ പിള്ളേർ സെറ്റൊക്കെ പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, കളിക്കാനും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞു ഓളത്തിനാണ്. നമ്മുടെ അപ്പവും ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനെ നോൺ വെജൊക്കെ കഴിക്കുക. എനിക്കിങ്ങനെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ബീഫ് കറി കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, ഭയങ്കര അറപ്പാണ് കഴിക്കാനായിട്ട്. പക്ഷെ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് ഇഷ്ടപ്പെട്ട് മനസ്സറിഞ്ഞ് കഴിക്കും കേട്ടോ. എന്നാലും ഒരുപാട് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ ചിറ്റപ്പം വന്നു. ഞങ്ങളതേ കാപ്പി കൂടി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പതിവ് ചടങ്ങാണ് പഴങ്കഞ്ഞി കുടിക്കൽ. ഏറ്റവും ലാസ്റ്റ് ഒരു പഴങ്കഞ്ഞിയും കൂടി കുടിച്ചു കഴിഞ്ഞാലാണ് ഭയങ്കര തൃപ്തിയാവുക. ഭയങ്കര ആസ്വദിച്ച് ഞാൻ കഴിക്കുന്ന ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഫുഡെന്ന് പറയുന്നത് പഴങ്കഞ്ഞിയാണ്. ലാസ്റ്റ് കുറച്ച്, ഒരുപാടൊന്നും കഴിക്കില്ല, കുറച്ച് പഴങ്കഞ്ഞിയും കൂടെ കഴിച്ചാൽ വേറെ എന്ത് കഴിച്ചാലും തൃപ്തിയാവുള്ളൂ. അപ്പവും ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും 1-2 അപ്പം കഷ്ടി അത് കഴിക്കും. പിന്നെ ലാസ്റ്റ് ഒരു ഇച്ചിരി കഞ്ഞി കുടിക്കും. പിന്നെ ഇതേ പാത്രം കഴുകാനൊരു കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പാത്രം കഴുകാണ്. ഇങ്ങനെ ഓരോ പാത്രങ്ങൾ നിന്ന് എന്താരെടുത്താലും അത് വാങ്ങി കഴുകിയില്ലെങ്കിൽ എനിക്കൊരു തൃപ്തി ഉണ്ടാകത്തില്ല. അപ്പം പാത്രം കഴുകണം. അപ്പോൾ ഈ നിരന്ന് കിടക്കുന്ന പാത്രം എല്ലാം കഴുകി അവിടെ തുടച്ച് കഴിയുമ്പോൾ നമ്മുടെ പണി തീരും. പിന്നെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ചിറ്റ പറയുന്ന അനുസരിച്ചിട്ട് ഞങ്ങളത് ചെയ്യും. അപ്പോൾ ചിറ്റ വലിയ പരിപാടികളൊന്നും ഞങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കില്ല. അപ്പോൾ ചിറ്റ പൈനാപ്പിൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൈനാപ്പിൾ ഇട്ട് പുളിശ്ശേരി വെക്കുക, അത് ഞങ്ങൾക്കും ഇഷ്ടമാണ്. നമ്മൾ കോട്ടയത്തായാലും അത് വെക്കുന്നതാണ്. അപ്പോൾ ഇതേ ഞാൻ പാത്രമൊക്കെ കഴുകി ആ വെള്ളം പോകണ ആ ചെരുവത്തിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചിറ്റ പൈനാപ്പിൾ ചെത്തേൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് തന്നു. ഇപ്പോൾ കുഞ്ഞൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. പല്ല് തേരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. കാപ്പൂടിയൊക്കെ കഴിഞ്ഞു, അതിന് മുമ്പേ എണീറ്റ് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളാണ്. ഉച്ചക്കത്തേക്കെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ടും അത് തന്നെയാണ് ചൂടാക്കി എടുക്കുന്നത്. 2-3 തവണയുള്ള വെപ്പ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ ചീത്തയാവില്ല, ഫ്രഷ് ആയിട്ടിരിക്കും. ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ചൂടാക്കാണ്ട് കഴിക്കാനും പറ്റില്ല. ഇവിടെ ആരും ചൂടാക്കാതെ കഴിക്കില്ല കേട്ടോ. കോട്ടയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ചൂടാക്കൊന്നുമില്ല, കാരണം അവിടുത്തെ ക്ലൈമറ്റിന് നമുക്ക് ചൂടാക്കേണ്ട ഒരു ആവശ്യവും അല്ലെങ്കിൽ ചൂടാക്കി കഴിക്കണമെന്നൊരു തോന്നലോ വരത്തില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ശീലമില്ല. ഇവിടെ ആണെങ്കിലെല്ലാം കഴിക്കുന്നതിന് തൊട്ടുമുമ്പായിട്ട് എല്ലാം ചൂടാക്കും. ഇതേ ചീറ്റ പൈനാപ്പിളൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കുക്കറിൽ വേവാനായിട്ട് വെക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളത് കറിയായിട്ട് കാണുള്ളൂ കേട്ടോ. പിന്നെ ഇതേ ഞാൻ തേങ്ങയൊക്കെ ചിരവിച്ചു, തോരനും പുളിശ്ശേരിക്കൊക്കെ ഉള്ളത്. ഇപ്പോൾ കുമ്പളങ്ങ തോരനാണ്. അത് വീട്ടിലുണ്ടായിട്ടുള്ള കുമ്പളങ്ങയാണ്. ചട്ടിയാവാൻ തുടങ്ങുന്നതുകൊണ്ട് അത് തോരൻ വയ്ക്കാനായിട്ട് അത് കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അരിഞ്ഞ് വെക്കാൻ പോകുന്നു. അരിഞ്ഞും തേങ്ങ കൊടുക്കുന്ന ചെറിയ ചെറിയ പരിപാടികളെ എനിക്കുള്ളൂ. ബാക്കി പണിയൊക്കെ ചിറ്റാണ് ചെയ്യുന്നുണ്ട്. അതുണ്ടാക്കുന്നതൊക്കെ ചിറ്റ ചെയ്തു. അതുപോലെ നമ്മൾ കപ്പളങ്ങ കൊത്തിയരിയുന്ന പോലെ കുമ്പളങ്ങ കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുമ്പളങ്ങ തോരൻ നല്ലതാണ് കേട്ടോ. കപ്പളങ്ങ വയ്ക്കുന്നത് നല്ലതാണ്. കുഞ്ഞൊക്കെ കപ്പളങ്ങ തോരൻ ഇഷ്ടമായതുകൊണ്ട് അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് കപ്പളങ്ങ തോരൻ നല്ലതെന്ന് അറിഞ്ഞത്. എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിച്ചു കേട്ടോ, നല്ല ഗുണമുള്ളതാണ്. പിന്നെ ഇതേ ഇവിടെ രാവിലെ തന്നെ സനു നല്ല സ്പീക്കറിൽ വോളിയത്തിൽ പാട്ട് വയ്ക്കും. അതിപ്പോൾ ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിലായിരുന്നപ്പോഴും വള്ളക്കടവിൽ നമ്മുടെ വീട്ടിലായിരുന്നപ്പോഴും അതുപോലെ പാട്ട് വെച്ചിട്ടാണ് നമ്മൾ പണികളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ പച്ചപ്പയറും ബീൻസും കൂടെ അരിഞ്ഞു കൊടുത്തു. ചുറ്റും അത് മെഴുക്കുവരട്ടി വയ്ക്കാൻ പോവാണ്. പിന്നെ ഇതേ മീൻ ഇവിടെ മസാലയൊക്കെ പുരട്ടി വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ചിറ്റപ്പൻ ഒരു റൗണ്ട് പുറത്തൊക്കെ പോയിട്ട് വന്നു. ചിറ്റപ്പൻ ഞാൻ ലോഡിങ്ങുകാരനാണെന്ന് പറഞ്ഞ് ഈ ഷർട്ടിൻ്റെ കളറ് കണ്ടിട്ടേ കളിയാക്കുമായിരുന്നു. ലോഡിങ്ങുകാരനൊന്നും അല്ല കേട്ടോ. ചിറ്റപ്പൻ കാർപ്പൻ്ററാണ്, ആശാരിപ്പണിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി എണ്ണയ്ക്കകത്തിടാൻ പോവാണ് കേട്ടോ. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു, ചിറ്റയിടുകയാണ്. അപ്പോൾ എന്നെ കളിയാക്കുകയാണ്. ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്താലും വീഡിയോ എടുത്തിട്ട് നടക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവരെന്നെ കളിയാക്കും. പിന്നെ ഞാൻ പറയും, ഞാൻ ഇത്തവണ പണിയെടുക്കുന്നതൊക്കെ എല്ലാവരും കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ഓരോ പരിപാടികൾ ഞാൻ ചെയ്യുന്നതും കൂടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനിവിടെ ഷൂട്ട് ചെയ്ത് നടക്കുകയാണെന്നൊക്കെ ഒരു കമൻറ്റും അല്ലെങ്കിൽ ഒരു പറച്ചിലൊക്കെ വരും. അപ്പോൾ ഈ സനു നമ്മുടെ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ടേബിളൊക്കെ തൂത്ത് വൃത്തിയാക്കി. ഇതുണ്ട് കുഞ്ഞിയുടെ പരിപാടി. ഇതൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ
കുസൃതി വികൃതി നമ്മൾ ചിലപ്പം പറയുന്നത് പോലും കേൾക്കത്തില്ല പിള്ളേരും കൂട്ടുകെട്ടും ആയിക്കഴിഞ്ഞാൽ. അതെ നമ്മൾ മെഴുക്കുവരട്ടി ഇട്ടപ്പോഴത്തേക്ക് ഞാനിവിടെ വന്നു. ഇടയ്ക്ക് അങ്ങോട്ട് പോകും, അവിടെ ഓരോന്നിന് പിള്ളേർ വിളിക്കും, അതിനായിട്ട് പോകും. അപ്പോൾ ചിറ്റയോട് ഞാൻ പറഞ്ഞു എന്ത് ചെയ്താലും എന്നെ വിളിച്ചിട്ട് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ പാട്ടിട്ടിട്ട് തകർക്കുകയാണ്. നമ്മുടെ സടക്ക് സടക്ക് രാവണപ്രഭുവിലെയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഞാൻ ഈ സിനിമ പേരൊക്കെ പറഞ്ഞാൽ തെറ്റും, അതുകൊണ്ട് ഞാൻ അധികം പറഞ്ഞ് കൊളാക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഡാൻസൊക്കെയാണ്. അപ്പം നമ്മൾ ഡാൻസ് പിള്ളേർ കളിക്കുമ്പോഴും പാട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ഒരു എനർജി കയറി. ഞങ്ങൾ വീട്ടിലുള്ള ഇപ്പോൾ ചിറ്റ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ഞങ്ങളെല്ലാവരും, ചിറ്റപ്പനായിക്കോട്ടെ, ഞങ്ങളെല്ലാം പാട്ട് കേട്ട് കഴിഞ്ഞ് പാട്ടിട്ട് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഡാൻസ് കളിക്കോട്ടെ. അത് എപ്പോഴായാലും അങ്ങനെ. ഇപ്പോൾ എൻ്റെ അനിയത്തി വന്നാലും എൻ്റെ അമ്മ ആയിക്കോട്ടെ, ഞങ്ങളെല്ലാവരും പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാവരും കൂടെ, അത് ഞങ്ങളുടെ വല്യമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഇരുന്ന് എൻജോയ് ചെയ്യും. അമ്മയുടെ ആ ചിരിയും സന്തോഷം കാണാൻ. ഞങ്ങളുടെ വെല്ലിച്ചില്ല, വെല്ലിച്ചി ഞങ്ങളെ വിട്ടുപോയിട്ട് കുറച്ച് വർഷങ്ങളായി. എന്നാലും വെല്ലിച്ചി ഞങ്ങളുടെ ഇപ്പോഴും എല്ലാ അർത്ഥത്തിലും കൂടെയുള്ള പോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഫോട്ടോയിൽ കാണുന്നതാണ് കേട്ടോ വെല്ലിച്ച ഇതുപോലെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഞങ്ങൾക്ക്, കൊച്ചുമക്കൾക്കും മക്കൾക്കും. അപ്പോൾ നമ്മൾ മീൻ പൊരിക്കാനായിട്ട് ചിറ്റ എണ്ണ ചൂടായി മീൻ പൊരിക്കാൻ ഇടുകയാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഡാൻസിൻ്റെ ഇടയ്ക്ക് ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല അയലക്കണ്ണിയോ അതാന്ന് തോന്നുന്നു, അത് വറക്കുകയാണ്. നല്ല മീനാണ് കേട്ടോ, നല്ല ദശയൊക്കെയുള്ള മീനാണ്. അകത്തുള്ള വലിയ മുള്ളയുള്ള, എനിക്ക് അങ്ങനത്തെ മീനുകളൊക്കെയാണ് ഇഷ്ടം. പിന്നെ ഇതേ ഇവിടെ നമ്മുടെ തുടരും സിനിമയിലെ പാട്ട് അതൊക്കെ ഇട്ടിട്ട് ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെളിയിൽ ചിറ്റ വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ അടങ്ങി നിൽക്കുകയാണ് കേട്ടോ. ചിറ്റയുടെ മുമ്പിലൊന്ന് ഡീസൻ്റായിട്ട് ചുമ്മാതെയാണ്, പക്ഷേ അത് കഴിഞ്ഞിട്ട് തകർത്ത് സനുവിൻ്റെ സച്ചുവിൻ്റെ കൂട്ടുകാരൊക്കെ വരും. കൊണ്ടിട്ട് അഹല്യ എന്ന് പറയുന്ന കുട്ടിയാണ് കേട്ടോ. അടുത്തുള്ള ചിറ്റ എല്ലാവർക്കും കേക്ക് എടുത്ത് കൊടുക്കുകയാണ്. പിള്ളേരൊക്കെ വന്നപ്പം ക്യാരറ്റ് കേക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് കേക്ക്. എനിക്ക് പ്ലം കേക്കിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതേ ഞാൻ ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ടാണ് ചിറ്റ ചിരിക്കുന്നത്. അപ്പോൾ ഫോണിൽ ചാർജ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പകർത്തിക്കൊണ്ടിരിക്കാനാണല്ലോ ഇവിടുത്തെ പരിപാടി. അപ്പോൾ ഇത് എപ്പോഴും തീറ്റയും കൂടിയൊക്കെ തന്നെയാണ്, അതിൻ്റെ കൂടെ ഷൂട്ട് എല്ലാം ഉണ്ട്. പിന്നെന്താ, ഇവിടെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കങ്ങനെ വലിയ നാണമൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് അനുവേട്ടൻ വീഡിയോ കോളിൽ വന്ന് അനുവേട്ടനെയും ഡാൻസ് കളിച്ച് കാണിച്ചു. അനുവേട്ടൻ കുറേ ചിരിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തിട്ട് വെച്ചു കേട്ടോ. പാട്ടിട്ടിട്ട് ഇത് ഉച്ചവരെ എനിക്ക് തോന്നുന്നു പാട്ട് തന്നെയായിരുന്നു. പണിയെല്ലാം തീർന്ന് ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ എണീറ്റ ഉടനെ പണികളൊക്കെ തുടങ്ങി. രാവിലെ തന്നെ എന്താ പറയുക, ഉച്ചക്കത്തേക്കും എല്ലാം ഉണ്ടാക്കി നമ്മൾ അടുക്കളയിലെ പണി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക, അതിനുശേഷം ഒരു 3:30-4 മണിക്ക് ഒക്കെ എണീറ്റ് മുറ്റോടി അങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കങ്ങനെ വലിയ പണിയായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. രാവിലെ തന്നെ പണി തീരണം, അതാണ് എനിക്ക്. കോട്ടയത്താണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ രാവിലെ തന്നെ പണിയൊക്കെ തീർക്കും, ഇങ്ങനെ പണി ഇട്ടുകൊണ്ടിരിക്കില്ല. അപ്പോൾ ചിറ്റയെ ഇങ്ങനെ ഞങ്ങൾ കളിപ്പിക്കാനായിട്ടുള്ള എന്താ പറയുക നമുക്കറിയില്ലല്ലോ എന്താണെന്നുള്ളത്. അപ്പം നമ്മളിത് നല്ല പിള്ളേരുടെ കൂടെ നമ്മൾ അഴിച്ചു പൊളിക്കുക, നമ്മളും നല്ല ചെറുപ്പമായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പോകും. അതൊക്കെയാണ് രസം. പിന്നീടായാലും ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്സും മനസ്സിന് ഇതൊക്കെ കിട്ടും. പിന്നെ തുള്ളലും
ചാട്ടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് കഴിക്കാനിരിക്കുകയാണ്. ചോറ് കഴിക്കാനിരിക്കുമ്പോൾ തന്നെ 2 മണിയായി. എല്ലാത്തിനും നന്നായിട്ട് വിശപ്പുണ്ട്, കിടന്ന് തുള്ളി മറിഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഉച്ചവരെയുള്ള വീഡിയോ കൊണ്ട് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്തി ആയിപ്പോൾ. അത് കഴിഞ്ഞ് ഈവനിങ്ങിലെ വിശേഷങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ നാളെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.